രണ്ടെണ്ണം ഉണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ കല്ലേലി വഴി കോന്നി അച്ചൻകോവിലിന് പോകുന്ന വഴി കൂടെ യാത്ര ചെയ്തുമ്പോഴാണ് കേട്ടോ, രണ്ട് ആനകൾ ആറിൻ്റെ സൈഡിൽ നിൽപ്പുണ്ട്. രണ്ടും പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ കുറച്ച് നേരം കൊണ്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് ഈ രണ്ടാനകൾ. രണ്ടുപേരും ഇടി കൂടുകയാണോ? ഇടി കൂടുക. ചേർന്ന് നിന്ന് ഇടി കൂടുക രണ്ട് കൂടെ. ഇത് രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വനപാതയാണ്. കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയും. അച്ചൻകോവിൽ കോന്നി റൂട്ടാണ് ഇത്. ഏകദേശം 30 കിലോമീറ്ററോളം വനത്തിലൂടെ വേണം യാത്ര ചെയ്ത് അച്ചൻകോവിലെത്തുവാനും അതുപോലെ തന്നെ കോന്നിയിലെത്തുവാനും ഒക്കെ ഉള്ള ദൂരം. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനിമൽസുകളാണ്. ഈ അനിമൽസിനെയൊക്കെ നമുക്ക് കണ്ടുപോകാം. ഏറ്റവും കൂടുതൽ കാട്ടികളെ നമുക്ക് കാണാം, ആനകളെ കാണാം, മ്ലാവ്, അങ്ങനെ മറ്റനവധി ഒരുപാട് അനിമൽസിനെ നമുക്ക് കാണാം. ഇടയ്ക്ക് വെച്ച് കരിമ്പുലിയെ കണ്ടതും ഈ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ യാദൃശ്ചികമായി നമ്മുടെ യാത്രയിൽ കിട്ടുന്ന ഒരുപാട് കാഴ്ചകളാണ്. ഇന്നും ഇതുപോലൊരു യാത്ര ഞങ്ങൾ പത്തനംതിട്ട പോയിട്ട് തിരികെ വരുന്ന വഴിയിൽ ഈ അച്ചൻകോവിൽ വഴി യാത്ര ചെയ്ത് പോകുന്ന വഴിക്കാണ് ഈ ഒരു ആറ്റിൽ, അച്ചൻകോവിൽ ആറാണ്, വറ്റി വരണ്ട് കിടക്കുന്ന അച്ചൻകോവിൽ ആറ്റിൽ രണ്ട് ആനകൾ ഒരു സൈഡിൽ പുറംതിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ച. കുറച്ച് മുമ്പ് ഈ ഒരു ആറ് ക്രോസ് ചെയ്ത് പോയതാകാം എന്നാണ് നമുക്ക് നിഗമനം. ഏതായാലും അവിടെ നിന്ന് ഇവർ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുകയാണോ കളിക്കുകയാണോ എന്താണെന്ന് അറിയത്തില്ല. എന്നാലും ഇത് രണ്ടാന മാത്രമല്ല, അതിലൊരു കൂട്ടമാണ്. അതിൽ തൊട്ട് മേളിലായിട്ട് അതിൻ്റെ കൂട്ടത്തെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. തള്ളയുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെ ഒരു കൂട്ടമാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് അതിൻ്റെ വിഷ്വൽ പകർത്തി. അച്ചൻകോവിൽ നിവാസികളൊക്കെ കോന്നിയിലേക്ക് വരുവാനൊക്കെ ഈ ഒരു വനപാത ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൃശ്ചിക മാസത്തിൽ ശബരിമല സീസണിലൊക്കെ ഇതുവഴിയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്തർ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ കയറി തൊഴുതിന് ശേഷം കാൽനടയായിട്ട് പോകുന്ന ഒരു വനപാത കൂടിയാണ്. ഈ ഒരു യാത്ര എത്തുന്നത് കല്ലേലിയിലാണ്. കല്ലേലിയിൽ അവിടെ ഒരു കാവുണ്ട്. അവിടെയും കയറി അവർ തൊഴുതിന് ശേഷം മാത്രമാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അങ്ങനെ വൈവിധ്യമാർന്ന കിളികളും പക്ഷി മൃഗാദികളെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു വനയാത്രയാണ്. അപ്പോൾ ബാക്കി വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വലിയ രണ്ടെണ്ണം വരുന്നത്. രണ്ടും നിൽപ്പുണ്ടോ? ഇറങ്ങി വരാനുള്ള പുറപ്പെടാൻ തോന്നുന്നു. ഇങ്ങോട്ടിറങ്ങിക്കുകയാണ് കണ്ടോ? ഒന്നിങ്ങിറങ്ങി.
പുറവശത്ത് വന്ന് നിൽപ്പുണ്ടോ മറ്റേ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലേ? ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞു ഒന്ന് അതിൻ്റെ ബാക്ക് രണ്ട് ഈ സൈഡിലുണ്ട്. അങ്ങനെ ആനയെ കണ്ടു നിൽക്കുന്ന സമയത്താണ് ഒരു നീർക്കാക്കയും ഒരു കൊക്കും അവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പം അവരുടെ അടുത്തേക്ക് അടുത്തൊരു അതിഥി കൂടി എത്തി. പൊന്മാൻ. അദ്ദേഹം വന്നത് മീൻ കൊത്താൻ വേണ്ടിയാന്ന് തോന്നുന്നു. അയാൾ വന്ന് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുകയാണ്. കണ്ടോ, ഒരു പ്രാവശ്യം കൊത്തി, രണ്ടാമതൊന്ന് കൊത്തി, മൂന്നാമത്തെ കൊത്ത് കൊത്തി അയാളങ്ങ് പറന്നുപോയി. അപ്പം നീർക്കാക്ക അവിടെ ചിറക് വിരിച്ചിരിക്കുന്നു. ആ സമയമായപ്പോഴത്തേന് ആന നിന്ന സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് മാറി. കുട്ടിയുണ്ടോ? ഫാമിലി മൂഡ് അമ്മയല്ലേ കൂടുതൽ തീറ്റയെ കൂടെ. അമ്മയാണ് എപ്പോഴും കൂടെ അല്ലേ? കൊമ്പ അങ്ങ് മുന്നോട്ടേ എപ്പോഴും പോകുന്നു. അമ്മയാണ് കൂടെ നിൽക്കുന്നത്. അപ്പൊ ചേട്ടന് അറിയാന്നുള്ള കാര്യമാണല്ലോ. വെള്ളം കുടിച്ചിട്ട് കയറിയതാണ്. ഇനി ഇറങ്ങി വന്നെങ്കിൽ അല്ലെങ്കിൽ താഴെ ഇറങ്ങി നല്ല സ്പോട്ടായിരുന്നു അല്ലേ അവിടെ വന്നിരുന്നത്. നമ്മളെ വണ്ടി വെച്ചിട്ടോ എടുത്ത് പുഴയിൽ ചാടും. ഉയ്യോ കൊമ്പ് തിന്നുന്നു. ഇങ്ങനെ ഞാൻ കൊടുക്കും കേട്ടോ, ചെറുതിനും കൂടെ കൊടുക്കും. ചെറുത് കൂടെ നിൽക്കുകയാണ് കേട്ടോ. ഇത്രയും നേരം അമ്മേര് കൂടെ നിൽക്കുകയാണ്. ഇട്ട് കൊടുക്കും. ഭയങ്കര കുസൃതിയാണ്. കളിച്ച് നടക്കും. ഒന്നും പേടിക്കണ്ട. അങ്ങനെ ആനയെ കണ്ടു നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മ്ലാവ് വന്ന് വെള്ളം കുടിക്കുന്നത്. ഇച്ചിരി ദൂരമാണ്, അതിൻ്റെ ലോങ് സൈറ്റാണ് കിട്ടിയത്. അപ്പോൾ അത് വെള്ളം കുടിച്ചിട്ട് അത് വീണ്ടും ആ കാട്ടിലേക്ക് കയറിപ്പോയി. ശരിക്കും ഈ പറഞ്ഞ ഇതെടുത്ത സിപ്പിയുടെ മൊബൈലെടുത്തൊന്നും ഇത് ചെയ്താൽ ക്ലിയർ ആയിട്ട് കാണാം. സൂം ചെയ്ത് നോക്കിയേ. അതിൽ ക്ലിക്കുന്നുണ്ട് അല്ലേ? ഇടുന്നില്ലയോ? അതാണ്ട കുഞ്ഞുണ്ട് കേട്ടോ. കുഞ്ഞടുത്ത് ചെവിയാട്ടുന്നവരും ക്ലിയർ. പോവാ, നമുക്ക് മൂവി നിന്നാലേ രസമുണ്ടല്ലേ. നമുക്ക് വേണമെങ്കിൽ മൊബൈലെടുത്ത് സൂം ചെയ്താൽ ക്ലിയർ ആയിട്ട് മൊബൈലേ എടുത്ത് സൂം ചെയ്താൽ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പോകുന്നതിന് ചിലപ്പം കാണാൻ പറ്റും കേട്ടോ. സമയത്തൊന്നും ഈവനിങ് ആകുമ്പോൾ ഇറങ്ങാൻ പറ്റും. ആനിമൽസിനെ കാണാൻ പറ്റും. കണ്ടില്ലയോ? കണ്ടോ? കണ്ടില്ലേ? മൂന്നെണ്ണം ഉണ്ട്. ബ്ലാക്ക് പാന്തറിനെ കണ്ട ഏരിയ ഈ ഏരിയയില ഈ സ്പോട്ടിലാണ്. ഇതാണ്
താഴെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുണ്ടോ കാണുന്നുണ്ടോ? ഞങ്ങൾ മൈലിലേക്ക് കണ്ടു. കുഞ്ഞിനെ കണ്ടോ? വെയിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇറങ്ങും. ചെറുതും കൂടെ ബാക്കി പോകുന്നുണ്ടോ? അപ്പോൾ ആനയെ കണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ റോഡ് സൈഡിൽ ഒരു ബൈക്ക് ഒതുക്കി വെച്ചിരിക്കുന്നത് കേടായിരിക്കുകയാണ്. അതിനെപ്പറ്റി പറയാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരു മ്ലാവ് വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വഴി യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ 30 കിലോമീറ്ററാണ് വനത്തിലൂടെ യാത്ര. ഇടയ്ക്ക് മറ്റു വാഹനങ്ങളോ ഒന്നും കാണില്ല. ഇതുപോലെ വരുന്ന സഞ്ചാരികൾ മാത്രമേ കാണുകയുള്ളൂ. മറ്റു വീടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ വണ്ടി എപ്പോഴും കണ്ടീഷനാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യാവൂ. വഴിയിൽ കേടായി കഴിഞ്ഞാലോ പഞ്ചറായി കഴിഞ്ഞാലോ പിന്നെ അത് ഈ ആനകളൊക്കെ വിരഹിക്കുന്ന ഈ ഒരു വനത്തിലൂടെ പിടിച്ചുകൊണ്ട് മാത്രമേ കൊണ്ടുപോകാൻ സാധ്യതയുള്ളൂ. അത് പക്ഷേ നമ്മൾ വാഹനം ഏതെങ്കിലും സൈഡിലൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ ആനകൾ വന്ന് ഇത് ചവിട്ടി നശിപ്പിക്കാനൊക്കെ ഇടയാവും. അതുകൊണ്ട് കണ്ടീഷനുള്ള വാഹനങ്ങൾ മാത്രം ഇതുവഴി യാത്ര ചെയ്യുക. അതുപോലെ തന്നെ വാഹനം കേടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ വനത്തിൽ നിന്ന് എടുത്ത് മാറ്റാനും നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വാഹനം നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് യാതൊരു ഉറപ്പും കാണില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ഈ ഒരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്ത് പോകാൻ. ഈ ഒരു മരത്തിൽ കോഴി വേഴാമ്പലിൻ്റെ കൂടാണ്. അപ്പോൾ അതിനുള്ളിൽ മുട്ടയിട്ട് തള്ള അടയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ മെയിലാണ് ഇപ്പം ആഹാരം കൊണ്ട് കൊടുത്തിട്ട് പോയ കാഴ്ച നിങ്ങൾ കണ്ടത്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് ഒരു കാട്ടി അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ ചൂട് കാരണം തണൽ പറ്റി അവിടെ കിടക്കുകയാണ്. വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്ന് കിടക്കുന്ന കാഴ്ചയാണ്. അതും കുറച്ച് നേരം ഞങ്ങൾ നോക്കിയതിന് ശേഷം വീണ്ടും ഇയാളൊന്ന് യാത്ര തിരിച്ചു. ഈ വനയാത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഷൈജു 24 എന്ന ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം.